നമസ്കാരം. തമിഴിൽ മാത്രമല്ല ഇങ്ങ് മലയാളത്തിലും നിരവധി ആരാധകരുള്ള നടനാണ് അജിത്. മലയാള താരമായ ശാലിനി വിവാഹം കഴിച്ചതോടുകൂടി മലയാളത്തിൽ അജിത്തിന് ആരാധക വൃന്ദം കൂടിയിരുന്നു. മാത്രമല്ല തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബവുമാണ് അജിത്തിന്റേത്. അജിത്തിന്റെ ചിത്രങ്ങൾക്കെല്ലാം വളരെ വലിയ പ്രേക്ഷക പിന്തുണയാണ് ലഭിക്കാറുള്ളത്. ഇപ്പോഴിതാ അജിത്തിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. റേസിംഗ് മത്സരത്തിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നടത്തിയ പരിശീലനത്തിനിടെ നടന്റെ കാർ വലിയൊരു അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തെത്തുന്നത്. ദുബായിൽ വെച്ചാണ് സംഭവം. നടൻ അത്ഭുതകരമായി പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. പരിശീലന ട്രാക്കിലായിരുന്നു അപകടം. വരുന്ന റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ താരം പങ്കെടുക്കുന്നുണ്ട്. ട്രാക്കിൽ വെച്ച് നിയന്ത്രണം വിട്ട കാർ സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് തകരുകയായിരുന്നു. അപകടത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം അപകടത്തിന് ശേഷം താരം പരിശീലനം തുടർന്നുവെന്നും അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു. ദുബായിലേക്ക് പോകും മുൻപ് കുടുംബത്തിന് യാത്ര പറയുന്ന അജിത്തിന്റെ വീഡിയോ വൈറലായിരുന്നു. ഭാര്യ ശാലിനിക്കും മകനും സ്നേഹചുമരം നൽകിയാണ് താരം ദുബായിലേക്ക് പറഞ്ഞത്. കാർ, ബൈക്ക് റേസിംഗ് പാഷനായ തെന്നിന്ത്യൻ താരമാണ് അജിത് കുമാർ. മിഷൻ 24H സീരീസിലാണ് താരം പങ്കെടുക്കുന്നത്. ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒരു ടീമിനും നടൻ രൂപം നൽകിയിരുന്നു. ഒരു താരത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പ്രവൃത്തികളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ നടനാണ് അദ്ദേഹം. ഒരു അഭിനേതാവുക എന്നതിനേക്കാൾ അജിത് ആഗ്രഹിച്ചിരുന്നത് ഒരു റേസ് കാർ ഡ്രൈവർ ആവാനായിരുന്നു. ഒരു പ്രൊഫഷണൽ കാർ ഡ്രൈവർ ആകാനുള്ള പരിശീലനത്തിന് വേണ്ടിയാണ് അദ്ദേഹം മോഡലിംഗിനെ ഒരു വരുമാന മാർഗമായി അവലംബിച്ചത്. 1993 അമരാവതി എന്ന ചിത്രത്തിൽ ആദ്യമായി നായകവേഷം എത്തിയതിനു ശേഷവും അദ്ദേഹം ആ ആഗ്രഹം ഉപേക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഒരു അപകടത്തിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റതിനു ശേഷം അജിത് കൂടുതൽ സിനിമകൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. പല അന്താരാഷ്ട്ര റേസുകളിലും അജിത് പങ്കെടുത്തിട്ടുണ്ട്. കുറച്ചു നാളുകൾക്ക് മുമ്പ് സിനിമാ ചിത്രീകരണത്തിനിടെ നടന്റെ കാർ അപകടത്തിൽപ്പെട്ടിരുന്നു. താരം ഓടിച്ചിരുന്ന വാഹനം തലകീഴായി മറിയുകയായിരുന്നു. വിടാമുയർച്ചയുടെ ചിത്രീകരണ വേളയിലായിരുന്നു സംഭവം. തലനാരിഴയ്ക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ദൈവത്തിന് നന്ദിയെന്ന് ക്യാപ്ഷനോടെ സഹതാരം ആരവ് ആണ് വീഡിയോ പങ്കുവച്ചത്. അജിത്തും സഹതാരമായ ആരവും ഉൾപ്പെടെ ചേസിംഗ് രംഗത്തിനിടെയായിരുന്നു അപകടം. അജിത്തിന് അപകടത്തിൽ പരിക്കേറ്റിരുന്നു. അതേസമയം വിടാമുയർച്ചയെ ഉടൻ റിലീസ് ചെയ്യില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. പൊങ്കലിനായിരുന്നു ചിത്രം റിലീസ് ചെയ്യാനിരുന്നത്. എന്നാൽ ഒഴിച്ചുകൂടാനാകാത്ത സാഹചര്യങ്ങൾ കാരണം റിലീസ് മാറ്റിവെക്കുന്നെന്നാണ് നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചത്. കൂടുതൽ വിവരങ്ങൾ വൈകാതെ അറിയിക്കുമെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു. നേരത്തെ വിടാമുയർച്ചയ്ക്കെതിരെ പകർപ്പവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി ഹോളിവുഡ് നിർമ്മാതാക്കൾ നോട്ടീസ് അയച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. വിടാമുയർച്ചയുടെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസിനെതിരെ പ്രമുഖ നിർമ്മാതാക്കളും വിതരണക്കാരുമായി പാരാമൗണ്ട് പിക്ചേഴ്സ് നോട്ടീസ് അയച്ചു എന്നായിരുന്നു റിപ്പോർട്ട്. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു ഇത്. എന്നാൽ 6 മാസത്തിനു ശേഷവും വിഘ്നേഷ് ശിവനെ സിനിമയിൽ നിന്ന് മാറ്റുകയായിരുന്നു. പിന്നീടാണ് മകിഴ് തിരുമേനി ചിത്രത്തിലേക്ക് വന്നത്. അസർബൈജാനിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത്.